ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 63-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദ് ചമച്ചതായ സങ്കീർത്തനമാണ്. തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് യഹൂദ സമഭൂമിയിൽ ഇരിക്കുന്നതായ സമയത്ത് താൻ ചമച്ചതായ സങ്കീർത്തനമാണിത്. അതായത് യെരുശലേമിനും യെരിഹോവിനും മധ്യേയുള്ളതായ യഹൂദ സമഭൂമിയിൽ താൻ ഇരിക്കുമ്പോൾ ചമച്ചതായ സങ്കീർത്തനമാണ്. ഇതിൽ താൻ പറയുന്നത് വലിയവനായ ദൈവത്തെ താൻ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്ന് ദാവീദ് രാജാവ് പറയുന്നു. നാം സമീപകാലത്ത് വളരെ തീവ്രമായ ഉഷ്ണത്തെ നേരിടുന്നൊരു സമയമാണ്. പല സ്ഥലങ്ങളും ഉണങ്ങി വരണ്ടു കഴിഞ്ഞു. പല കിണറുകളും തോടുകളും ഒക്കെ വറ്റിക്കഴിഞ്ഞു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ഒരു ദേശത്തെയാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ ഉണങ്ങി വരണ്ട് അതിഭയങ്കരമായ ഉഷ്ണത്താൽ ജീവിതം വളരെയേറെ ദുസ്സഹമാകുന്ന ഈ സമയത്ത് ഈ വാക്യം തീർച്ചയായും നാം ചിന്തിക്കുന്നത് നമുക്ക് അനുഗ്രഹകരമാണ് എന്ന് വിചാരിക്കുന്നു. ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ നിന്നെ അതികാലത്തെ അന്വേഷിക്കും എന്നാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ടതായ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ നിനക്കായി കാംക്ഷിക്കുന്നു. ഞാൻ ദൈവമേ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ എത്ര തന്നെ ചൂടേറിയതായിരുന്നാലും, എത്രമാത്രം സങ്കടകരമായ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയാലും താൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു. അതികാലത്തെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. അത് ജീവിതത്തിൻ്റെ ആരംഭ സമയം മുതൽ, ജീവിതത്തിൻ്റെ ബാല്യകാലം മുതൽ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. നമ്മുടെ ദേശം ഒരുപാട് മതസ്ഥരുള്ളതായ ഒരു ദേശമാണ്. ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ അവരുടെ ബാല്യകാലത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ അഭ്യസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അവരെ നല്ല കാര്യങ്ങൾ പറയുവാൻ, മഹത്വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിക്കുവാൻ, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അവരിൽ ഉറപ്പിക്കുവാൻ, അവരെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഒക്കെ പഠിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ചെറുപ്പകാലങ്ങളിൽ തന്നെ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവൻ പ്രാവർത്തികമാകുന്ന, അവരനുവർത്തിക്കേണ്ടുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ അവരിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് നിസ്തർക്കമായൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് കവി പാടിയിട്ടുള്ളത്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം. അത് വളരെ അന്വർത്ഥമാണ്. ചെറുപ്പകാലങ്ങളിൽ നാം പരിചയിക്കുന്നതും പരിശീലിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുവാനുള്ള ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കാലത്തെ അപേക്ഷിച്ച് പഴയ കാലത്തേക്കൊന്ന് നോക്കുമ്പോൾ കുട്ടികൾ യാഥാർത്ഥ്യമായ ഒരുപാട് കാര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോയിരുന്നവരാണ്. അവർ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല നല്ല കാര്യങ്ങൾ അഭ്യസിച്ചിരുന്നു. അവർ ഉൾപ്പെട്ടു നിൽക്കുന്നതായ മതം ഏതു തന്നെയായിരുന്നാലും ആ മതം അവരെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായി പ്രേരിപ്പിച്ചിരുന്നു, അവരെ അത് പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാലത്തേക്ക് വന്നിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് തന്നെ അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു. പഴയ കാലത്ത് അധ്യാപകർ അവരെ ശിക്ഷിക്കുമായിരുന്നു. ആ ശിക്ഷ അവർ സഹിക്കുമായിരുന്നു. അതിനെതിരായി അവർ ചിന്തിക്കുകയോ ഒരു വാക്കുപോലും ഉരിയാടുകയോ ചെയ്യുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കുവാനും സഹിക്കുവാനും ഒക്കെ ഉള്ളതായ കരുത്ത് അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഈ കാലത്തോ അധ്യാപകർ അവരെ ശാസിക്കുവാനോ ശിക്ഷിക്കുവാനോ പാടില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നിൻ്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ മുൻപാകെ പോലും പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന പല കുട്ടികളും ചെറിയ ക്ലാസ്സുകളിൽ പോലും പരാജിതരായി തീർന്നിട്ടുണ്ട്. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ തോറ്റുപോയ കുട്ടികളുണ്ട്.
എന്നാൽ അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. അടുത്ത വർഷം വീണ്ടും അവർ അതേ ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അങ്ങനെ 3 വർഷം വരെ തോറ്റ് ക്ലാസ്സുകളിൽ തുടർച്ചയായി പഠിച്ചിരുന്ന പലരെയും എനിക്കറിയാം. എന്നാൽ അവർക്ക് അതൊരു പ്രതിസന്ധിയായോ പ്രശ്നമായോ ഒന്നും അവരുടെ മുൻപാകെയില്ല. അതിനെയൊക്കെ നേരിടുവാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ളതായ ഒരു ഏർപ്പാടിനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ 2 കാലഘട്ടങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യുവാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലത്തെ കുട്ടികളെ നോക്കുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ പരാജയങ്ങളുടെ മുൻപാകെ പോലും അവർ തകർന്നടിയുന്നു. നമുക്കറിയാം, പല കുഞ്ഞുങ്ങളും SLCയുടെ റിസൾട്ട് വരുന്നതായ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നവരായിട്ടുണ്ട്. പലരും ചെറിയ ചെറിയ പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നു. എന്തായിരിക്കാം ഇതിൻ്റെയൊക്കെ കാരണം? പഴയ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ അവരിൽ വളരെ നല്ല മൂല്യബോധമുള്ള വ്യക്തികളായി അവരെ വാർത്തെടുക്കുവാൻ സമൂഹം ശ്രമിച്ചിരുന്നു. അവർ ഉൾപ്പെട്ട് നിൽക്കുന്നതായ മതവിഭാഗങ്ങളിൽ അവർക്ക് അതിനുള്ളതായ പരിശീലനം ലഭിച്ചിരുന്നു. എന്നാൽ ഈ കാലങ്ങളിൽ അതെല്ലാം മാറിപ്പോയിട്ട് കുഞ്ഞുങ്ങൾ യാതൊരു മൂല്യബോധവും ഇല്ലാത്തവരായി വളർന്നു വരുന്നു. തമ്മിലുള്ളതായ സ്പർദ്ധ അവരിൽ ജനിപ്പിക്കുന്ന ചിന്തകളാണ് അവരിലേക്ക് സമൂഹം നിറച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തെ മറന്നിട്ടുള്ളതായ, ദൈവത്തെ അന്വേഷിക്കാതെയുള്ളതായ ഒരു ജീവിതത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിലേക്ക് സമൂഹം കുത്തി നിറയ്ക്കുന്നത് പല വിധത്തിലുള്ള വിഷങ്ങളാണ്. അവർക്ക് ലഭിക്കുന്നത് അക്രമ സ്വഭാവങ്ങളാണ്. അവരിൽ നിറയുന്നത് വർഗീയതയുടെയും മറ്റ് വിവിധ കാര്യങ്ങളുടെയും വിഷമാണ്. സ്വന്തം സഹോദരനെ കാണുവാനോ സ്നേഹിക്കുവാനോ കൂട്ടുകാരനെ അവനെപ്പോലെ തന്നെ സ്നേഹിക്കുവാനോ ഒന്നുമുള്ള യാതൊരു മൂല്യബോധവും അവരിൽ ലഭിക്കുന്നില്ല. അങ്ങനെ അവർ ഏറ്റവും വലിയ അക്രമികളായിത്തീരുന്നു. അങ്ങനെ സമൂഹം മുഴുവനും അധപ്പതിച്ചു പോകുന്നു. ദാവീദ് രാജാവ് പറയുകയാണ്, കർത്താവേ, ഞാൻ അതികാലത്തെ നിന്നെ അന്വേഷിക്കും. യഹോവയായ ദൈവത്തെ അതികാലത്തെ അന്വേഷിക്കുവാൻ ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. മറ്റുള്ള എന്തിനേക്കാൾ ഉപരിയായി യഹോവയായ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്, അതും നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത്, ജീവിതത്തിൻ്റെ പ്രഭാതകാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്നത് എത്രയോ അനുഗ്രഹകരമായൊരു അനുഭവമാണ്. ഇത്തരുണത്തിൽ 53-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ വലിയവനായ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ജീവിതത്തിൻ്റെ ചെറിയ കാലം മുതൽ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് ഹൃദയത്തിൽ ഉറപ്പായി വിശ്വസിക്കുവാൻ ഇടയാകുന്നത് എത്രയോ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി ജീവിതത്തിൽ ഉടനീളം കർത്താവിൽ ആശ്രയം വെച്ച് ജീവിക്കുമ്പോൾ, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന മൂല്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ആ വ്യക്തിയിലേക്ക് വരികയാണ്. ദൈവം അവരിലേക്ക് ആ സ്വഭാവങ്ങൾ ദാനമായി നൽകുകയാണ്. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും കരുതുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുവാൻ ഒക്കെ ഇടയായിത്തീർന്ന അനുഗ്രഹകരമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് അവർ മാറുന്നു. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നു, കർത്താവേ, ഞാൻ അതികാലത്തെ അങ്ങേ അന്വേഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നതാണ് എൻ്റെ ദാഹശമനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഓരോ ദിവസങ്ങളും പ്രശ്നകലുഷിതമായിട്ടുള്ള ദിവസങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അസമാധാനത്തിൻ്റെയും അസന്തുഷ്ടിയുടെയും ഒക്കെ കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഭയങ്കരമായ കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുകയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ വലിയവനായ ദൈവത്തെ അന്വേഷിച്ച് അനുഗ്രഹകരമായ ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്നവരായിട്ടുള്ള പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ദൈവത്തെ അന്വേഷിക്കുവാൻ നിങ്ങൾക്കിടയായിട്ടുണ്ടെങ്കിൽ അത് എത്രയോ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അല്ല, ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ വലിയവനായ ദൈവത്തെ അന്വേഷിക്കുവാനിടയാകട്ടെ. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ദൈവം ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവരെയാണ് ദൈവം സഹായിക്കുന്നത്, അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൻ്റെ മുൻപാകെ പിടിച്ചു നിൽക്കുവാൻ അവരെയാണ് ദൈവം സഹായിക്കുന്നത്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചാണ്. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഇത് രാവിലെ നമുക്ക് ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിനെ അന്വേഷിക്കുവാൻ, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ അന്വേഷിക്കുന്ന അനുഗ്രഹകരമായ ഒരു അനുഭവം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ കർത്താവെ അക്രമങ്ങളും അനീതിയും എല്ലാം നിറഞ്ഞിരിക്കുന്നതായ ലോക സാഹചര്യങ്ങളുടെ മുൻപാകെ അവിടുത്തെ അന്വേഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരിയായി അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ അന്വേഷിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ മാത്രം ഞങ്ങൾക്ക് മതി കർത്താവെ. ഈ ലോകത്തിൻ്റെ മോടിയിലേക്കോ ധാടിയിലേക്കോ ഒന്നും ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ അവിടുത്തെ അന്വേഷിക്കുന്നതിൽ മാത്രം സന്തോഷിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയുള്ളതായ അനുഗ്രഹങ്ങൾ മാത്രം പ്രാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അന്വേഷിക്കുന്നതിലൂടെ അവരെ അനുഗ്രഹിക്കുകയും ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവെ അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹീതരായി ജീവിപ്പാനും അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെ മുൻപാകെ, പ്രതിസന്ധികളുടെ മുൻപാകെ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.